ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നമ്മൾ എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊന്നും വലിയ ഒരു ധാരണകളൊന്നും കാണത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ അറിയാം, അവരുടെ ട്രെയിനേഴ്സ് അവർക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്ന ദിവസങ്ങളിൽ ഇന്ന വർക്കൗട്ടുകൾ ചെയ്യണം, ഏതെല്ലാം വർക്കൗട്ടുകൾ ചെയ്യണം, എത്ര റപ്സ് ചെയ്യണം, എത്ര ചെയ്യണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരും കാണും, അറിഞ്ഞുകൂടാത്തവരും കാണും. ഓക്കെ, പ്രത്യേകിച്ചും തുടക്കക്കാർക്കൊക്കെ അവർക്ക് വലിയ ധാരണയൊന്നും കാണത്തില്ല. അവരെല്ലാ ദിവസവും എല്ലാ വർക്കൗട്ടുകളൊക്കെ ചെയ്യും. ആപ്സ്, ഷോൾഡർ, ട്രൈസെപ്സ്, ബൈസെപ്സ്, ബാക്ക് എല്ലാം ഒരു ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കുറച്ച് ഒരു വർക്കൗട്ടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഈ വർക്കൗട്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ഫോളോ ചെയ്യൂ. നിങ്ങൾ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തവരാണെന്ന് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഒരു മസിൽ ഗ്രൂപ്പിന് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് രീതി എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തിങ്കളാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, തിങ്കളാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ചെസ്റ്റിന് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്യണം. അതിനുശേഷം ചൊവ്വാഴ്ച വരുമ്പോഴത്തേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ഓക്കെ, ട്രൈസെപ്സിന് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ചെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രൈസെപ്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം മൂന്നാമത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൻ്റെ വർക്കൗട്ടാണ്. ഓക്കെ, ബാക്ക് വർക്കൗട്ട് ചെയ്യുക. ബാക്ക് വർക്കൗട്ടിന് ശേഷം നാലാമത്തെ ദിവസം നമ്മൾ വ്യാഴാഴ്ച വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് ഒരു മസിൽ ഗ്രൂപ്പിന് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മൾ വ്യാഴാഴ്ച നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തു. അപ്പം ബൈസെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന വെള്ളിയാഴ്ചയാണ്. അപ്പം വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ വർക്കൗട്ടാണ്. ഓക്കെ, ഷോൾഡറിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യുക. ഓക്കെ, ഷോൾഡറിൻ്റെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുക. മിക്കവാറും ആൾക്കാർക്ക് ബാക്കി എല്ലാ വർക്കൗട്ടുകളും ചെയ്യും, പക്ഷേ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശനിയാഴ്ച കമ്പൾസറി ആയിട്ട് നിങ്ങൾ ലെഗിൻ്റെ വർക്കൗട്ട് ഒഴിവാക്കരുത്, നിങ്ങൾ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനിടയ്ക്ക് ഏകദേശം 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർക്കൗട്ടിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് ആപ്സിൻ്റെ വർക്കൗട്ടും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു വർക്കൗട്ട് രീതി. ഓരോ ദിവസവും ഓരോ മസിൽ ഗ്രൂപ്പിന്, അതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ളവരാണ്, ഒക്കെ വർഷങ്ങളായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസിൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഒരു വർക്കൗട്ട് രീതി ഞാൻ പറഞ്ഞുതരാം. രണ്ടാമതായിട്ട് അതാണ്. ഓക്കെ, അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ചെസ്റ്റിൻ്റെ ഒരു 5 വർക്കൗട്ട്, അതിനുശേഷം ട്രൈസെപ്സിൻ്റെ ഒരു 3 വർക്കൗട്ട്. അപ്പം ഇതാണ് നമ്മുടെ തിങ്കളാഴ്ചത്തെ വർക്കൗട്ട്. ഓക്കെ, ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ്. അപ്പം രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ആൻഡ് ബൈസെപ്സ് വർക്കൗട്ട്. ബാക്കിന് ചെയ്യുക, ഒരു 5 വർക്കൗട്ട് 6 വർക്കൗട്ടുകൾ നിങ്ങൾ ബാക്കിന് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു 3-4 വർക്കൗട്ട് നിങ്ങൾ ബൈസെപ്സിന് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു ദിവസം നമ്മൾ 2 മസിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് ആൻഡ് ഷോൾഡർ. ഓക്കെ, ലെഗിൻ്റെ ഒരു 5 വർക്കൗട്ടുകൾ ചെയ്യുക, ഷോൾഡറിൻ്റെ ഒരു 5 വർക്കൗട്ടുകൾ ചെയ്യുക. അപ്പം 1, 2, മൂന്നാമത്തെ ദിവസം ചെയ്യേണ്ടതാണ് ലെഗ് ആൻഡ് ഷോൾഡർ. അപ്പം അതിനിടയ്ക്ക് നിങ്ങൾ ചൊവ്വാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നിങ്ങൾ ചെസ്റ്റ് ട്രൈസെപ്സ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ആപ്സും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. ഓക്കെ, അവസാനം നിങ്ങൾ ഈ 2 വർക്കൗട്ടുകളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആപ്സിൻ്റെ ഒരു 3 വർക്കൗട്ടും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത 4-ാമത്തെ ദിവസം വ്യാഴാഴ്ച വരുമ്പോൾ നമ്മൾ വീണ്ടും അതേ കണക്ക് തന്നെ ആ വർക്കൗട്ട് ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ്. ഓക്കെ, ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് അന്ന് നിങ്ങൾ വീണ്ടും ആപ്സിന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വീണ്ടും നമ്മൾ വെള്ളിയാഴ്ച വരുമ്പോൾ വീണ്ടും ബാക്ക് ആൻഡ് ബൈസെപ്സിന് ചെയ്യുക. അതിനുശേഷം ശനിയാഴ്ച വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഷോൾഡർ ആൻഡ് ലെഗ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് 2 വട്ടം നിങ്ങൾക്ക്
മസിൽ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം നമ്മൾ 2 വട്ടമാണ് ഒരു മസിൽ ഗ്രൂപ്പിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മസിലിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് മസിൽ ബിൽഡിംഗ് ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മസിൽസിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ വർക്കൗട്ടാണ് ഇത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനത്തുള്ള ഇൻറ്റൻസിറ്റിയൊക്കെ കൂടിയ വർക്കൗട്ടുകൾ ചെയ്യുമ്പം നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. കാരണം നമുക്കറിയാം ഇൻറ്റൻസിറ്റി കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്രത്തോളം പ്രോട്ടീനൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ എഗ് വൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ജെന്യൂനായിട്ടുള്ള പ്രോട്ടീൻ പൗഡറുകളൊക്കെ ഉപയോഗിക്കുക. കാരണം നമ്മൾ എത്രത്തോളം ഇൻറ്റൻസിറ്റി കൂട്ടുന്നോ അത്രത്തോളം നമുക്ക് പ്രോട്ടീൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ട് ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.